ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ ഭാഗം 1 എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ്. ഭാഗം 1 എന്ന ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വരുന്നത് 3 യൂണിറ്റുകളാണ്. ഒന്നാമത്തെ യൂണിറ്റ് ചിറകു വിരിച്ച് എന്നുള്ളത്, അതിൽ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഒരു ഭാഗവും അതുപോലെ അരികെ അകലെ എന്നുള്ള ഭാഗവും വരുന്നു. രണ്ടാമത്തേത് ഇനിയും മുന്നോട്ട് എന്നുള്ളതാണ്. അതിൽ വരുന്നത് ചേർത്തു പിടിക്കാം എന്നുള്ളതും തോൽക്കാൻ മനസ്സില്ല എന്നുള്ള ഭാഗവുമാണ്. മൂന്നാമത്തേത് കാറ്റേ കടലേ എന്നുള്ളതാണ്. അതിൽ മാനത്തും താഴത്തും എന്നുള്ള ഭാഗവും അതിരും കതിരും എന്നുള്ള ഭാഗവുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റ് ചിറകു വിരിച്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ്, ആകാശത്ത് നിന്നൊരു കുട്ടി നോക്കുന്നതും അവൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്. അവൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. നല്ല ചിത്രത്തോടെ നല്ല പെയിൻറ്റോട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാതിൽ എന്നുള്ള ഒന്നാമത്തെ ഒരു പ്രവർത്തനമുണ്ട്, ചിറകുള്ള ബസ് എന്ന് പറയുന്നത്. ഈ ചിത്രം നോക്കൂ കൂട്ടുകാരെ, ഇതാണ് ചിറകുള്ള ബസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് കൈയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. വിനോദയാത്രക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. അപ്പം എന്താണിത്, വിനോദയാത്രക്ക് പോകുന്ന ഒരു ബസ്സാണ് അല്ലേ. ആ ബസ്സിൽ എന്താണ്, ഇതൊരു സാധാരണ ബസ്സല്ല. വിനോദയാത്രക്ക് പോകുമ്പോൾ ബസ്സിൽ എന്താണ് പ്രധാനമായിട്ടും ആർമാദിക്കാനുള്ള ആളുകളാവും ഉണ്ടാവും അല്ലേ. അപ്പം ഇതിലെന്താണ്, ഒരുപാട് കുട്ടികളാണുള്ളത്. അതിൻ്റെ കുട്ടികൾ കൈയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വീശുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ്, ആ വീശുന്നതൊക്കെ കാണുമ്പോൾ ഈ ബസ്സിന് ചിറക് മുളച്ച് എന്ന് തോന്നുന്നു. അപ്പം ചിറകു മുളച്ച ബസ് എന്നുള്ളത് വിഷ്ണു പ്രസാദ് എഴുതിയ ഒരു കുട്ടി കവിതയാണ്. ഇവിടെ ബസ്സിന് ചിറകു മുളക്കുന്നുണ്ടല്ലോ കവിതയിൽ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കൂട്ടുകാരെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ബസ്സിന് ചിറകു മുളക്കുന്നു എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്നവരുടെ കൈകൾ സന്തോഷത്താൽ വീശിക്കളിക്കുന്നതിനെയാണ്. അതിൽ സഞ്ചരിക്കുന്നവരുടെ ആഹ്ലാദവും ആനന്ദവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സഞ്ചരിക്കുന്ന ബസ്സിന്റെ വേഗതയെയും നമുക്ക് ഈ പ്രയോഗത്തിലൂടെ അർത്ഥമാക്കാം. വേഗത കൂടുമ്പോഴാണല്ലോ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലും നമുക്ക് അർത്ഥം വെക്കാം. ബസ്സിലെ യാത്രക്കാരുടെ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചുള്ള പ്രതീക്ഷയായും ചിറകു മുളച്ചു എന്ന പ്രയോഗം മാറുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബസ്സിന് ചിറകു മുളച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇതിലെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഭാഗമാണ്. സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ. യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല, ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. അപ്പം നമ്മൾ യാത്ര പോവുകയാണ്, നമുക്കറിയാം നമ്മൾ ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന സാധനങ്ങളൊക്കെ കാണും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടും യൂട്യൂബിൽ നോക്കിയിട്ടും ഒക്കെ നമ്മളത് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെല്ലാം നമുക്കൊന്നും കാണാൻ കഴിയാറില്ല. പലതും എന്താണ്, പല രീതിയിലാവും, പലതും നമുക്ക് കാണില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത പലതും കണ്ടു എന്നും വരാം. ഓക്കെ, അപ്പം അതേപോലെ തന്നെയാണ് പ്രതീക്ഷിക്കാത്ത യാത്രയും അതുപോലെ ആഗ്രഹിക്കാത്ത പലതും ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, മുന്നറിയിപ്പ്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. അത് നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു നീളെ തിരമാല. കപ്പൽ കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു കൂറ്റൻ മണിമേട. അപ്പം എന്താണ്, കടൽ കാണാൻ പോയപ്പോൾ അവിടെ കണ്ടത് എന്താണ്, കടലല്ല, ശരിക്കും കണ്ടത് തിരമാലയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി, ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. അപ്പോൾ കാട് കാണാൻ പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്, അവിടെ കുറേ മരങ്ങളെയും അതുപോലെ തന്നെ വലിയ പടുകൂറ്റൻ കിണറൊക്കെയാണ് കണ്ടത്. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് പറയുന്നത്. അക്കിത്തത്തിന്റെ കുട്ടിക്കവിതയാണ് ഇത്. അക്കിത്തം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ തന്നെ ആധുനിക കവിയാണ്. ഓക്കെ, ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. 1, കവിത താളത്തിൽ ചൊല്ലു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാര് കവിത നല്ല താളത്തിൽ ചൊല്ലി നോക്കാം. കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ?
യാത്രകളിൽ നമുക്ക് എന്താണ് പല കാഴ്ചകളും അപ്രതീക്ഷിതവും നമുക്ക് അത്ഭുതവും വിസ്മയങ്ങളും നൽകുന്നതായിരിക്കും. കവിതയിൽ തന്നെ കവി അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കടൽ കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളാണെന്നും, കപ്പൽ കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയാണെന്നും, കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളാണെന്നും, വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നു. ഇവിടെ കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടതെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ടാണ് കവി ഇത്തരത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാണണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് കവി പറയുന്നത്. ഇവിടെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് മറ്റു കാഴ്ചകളെ കാണാം എന്ന മുന്നറിയിപ്പ് ഈ കവി നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇതിലെ അടുത്തൊരു പാഠഭാഗം വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.